അതിന്റെ താഴെ ഒക്കെ സംസാരിക്കാം. നിങ്ങൾക്ക് ഈ 5 ദിവസം കിട്ടിയ എന്താണ് അനുഭവം, ഫീഡ്ബാക്ക് ഫുള്ള് പറയാം. അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞാൽ അതിനുള്ള എന്താ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും നോക്കുക. അതെങ്ങനെ നമുക്ക് ഓവർകം അനിഷാർ ലാസ്റ്റ് പറഞ്ഞുതരും നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ഓൾ പറഞ്ഞോളൂ. ഓരോരുത്തർ ആരോ ആദ്യം സംസാരിക്കണേ. ഗുഡ് മോർണിംഗ്, ഹസീനയാണ് അവണ്ടിത്തറയാണ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് ഈ 5 ദിവസത്തെ കിട്ടിയ അല്ല, ഒരു മിനിറ്റ് വെയിറ്റ്. നിങ്ങൾക്ക് ഈ 5 ദിവസത്തെ ഈ വീഡിയോ 25 വീഡിയോ ചെയ്തു. അതിൽ ഫസ്റ്റ് വീഡിയോ എന്തായിരുന്നു, സെക്കൻഡ് വീഡിയോ എന്താ കിട്ടിയ, അങ്ങനെ 5 ദിവസത്തെ റീപ്ലൈ എന്താന്ന്, അതിനുള്ള അനുഭവങ്ങൾ ഫുള്ള് ഷെയർ ചെയ്യാം. ഫസ്റ്റ് നമ്മള് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇട്ടുകൊടുത്തപ്പോ ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും ഭയങ്കര കൗതുകമായിരുന്നു, കളിയാക്കലുകളായിരുന്നു. ഓ, ഇനിയിപ്പോ എല്ലാതും കഴിഞ്ഞ് ഇനിയിപ്പോ വീഡിയോയിലാണോ വരുന്നത്, ഇതുവരെ വോയിസ് ആയിരുന്നു. മറ്റുള്ളവരുടെ ഹെൽത്ത് റിസൾട്ടുകളും വെയിറ്റ് ലോസ് റിസൾട്ടുകളൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇനിയിപ്പോ ഇതാണോ ഇനി പുതിയത്, അങ്ങനെയൊക്കെ ആയിരുന്നു ഫസ്റ്റില്. ഇപ്പൊ ഒരു 5 ദിവസം കൊണ്ടുള്ള മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നമ്മളുടെ എന്ത് വീഡിയോ ആണ് ഇനി വരാനുള്ളത് എന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അടുത്ത ടോപ്പിക് എന്താണ് എന്നുള്ളത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ആദ്യം ഉണ്ടായിരുന്ന നെഗറ്റീവുകളും കളിയാകലുകളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും എന്ത് കളിയാക്കിയിട്ടും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവർ ചെയ്യാനുള്ളത് അവർ ചെയ്യും എന്നുള്ളതാവാം. ഇപ്പൊ നല്ല പോസിറ്റീവാണ്. കേൾക്കുമ്പോഴും അവരുടെ റിയാക്ഷൻ അറിയുമ്പോഴും പോസിറ്റീവ് ആകുമ്പോഴുള്ളതെല്ലാം നമുക്കും അതിന്റെ ഒരു എനർജി വരുമല്ലോ. ഭയങ്കര സന്തോഷം. പിന്നെ എന്റെ താഴെ എന്റെ ടീമിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് രഘുവേട്ടൻ, അനീഷ്, അതേപോലെ തന്നെ ശ്യാമള. നല്ല രീതിയിൽ തന്നെയാണ് അവർ കോപ്പറേറ്റ് ചെയ്യുന്നത്. വീഡിയോസ് ഒക്കെ ഞാൻ പറയാതെ തന്നെ ഇട്ട് തരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു മൈൻഡ് തന്നെ, മാറ്റം തന്നെയാണ്. ഇതിനെല്ലാം ഞാൻ താങ്ക്സ് പറഞ്ഞു. നമ്മള് ക്യാപ്റ്റന്, പ്രത്യേകിച്ച് നമ്മുടെ വൈസ് ക്യാപ്റ്റന്. അപ്പൊ എത്ര പറഞ്ഞാലും നമ്മുടെ സ്കില്ല് പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു ഇത് അവരുടെ തന്നെയാണ്. അതിനെന്നും താങ്ക്സ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഞാൻ അടുത്താരാ പറഞ്ഞേ? ഗുഡ് മോർണിംഗ്. പറയുന്നുണ്ടോ? അൻസിത പറയുന്നത് കേൾക്കണില്ല കേട്ടാ. അൻസിത ഓഡിയബിൾ അല്ല. അൻസിത പറയുന്നത് കേൾക്കുന്നില്ല. അൻസിത കേൾക്കാനില്ല. അൻസിത പറയുന്നത് കേൾക്കണില്ല. ഒന്ന് റീജോയിൻ ചെയ്തു. ഇല്ല, കേൾക്കണില്ല. ഗുഡ് മോർണിംഗ്. ഞാൻ പറയുന്നത് കേൾക്കണ്ടോ? ഓക്കെ. നമ്മളിപ്പോ ഫസ്റ്റില് വീഡിയോ ചെയ്തപ്പോ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. ചെയ്യണത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒന്ന് കോൺഫിഡൻസ് കൂട്ടണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയില്ല. നമുക്ക് ഒരു പ്രാവശ്യം വീഡിയോ എടുത്തത് തന്നെ ശരിയാവുന്ന മാതിരിയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ അത് മാത്രല്ല, ഇപ്പോ നമുക്കൊരു അതിനുള്ള ഒരു മടി എനിക്കിപ്പോ തോന്നുന്നില്ല. ഇപ്പോ ഈ ക്രൗഡിന്റെ മുന്നിൽ പോയി വീഡിയോ എടുക്കാനും നമുക്ക് മടിയൊന്നുമില്ല. നമുക്ക് ആളുള്ള ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാന്, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കുമ്പോ 2 സ്റ്റെപ്പ് പിന്നോട്ട് എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിപ്പോ ഇല്ല. മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പൊ വന്നിട്ടുണ്ട്. എന്തായാലും പോസിറ്റീവ് തന്നെയാണ്. ഇനിയുള്ള എല്ലാം നമുക്ക് ഇതേപോലെ തന്നെയാണ് ചെയ്തു പോകാം. ഒരു ഡിലേ വരാതെ, ഇനി മാറ്റങ്ങളൊന്നും വരുത്താതെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ മുന്നോട്ട് പോകാം. താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഓക്കെ അല്ലേ? ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് പറയണത് അനീഷിനോടാണ്. കാരണം ഇങ്ങനെ ഒരു
ആശയം അനീഷിന്റെ മനസ്സിൽ തോന്നിയല്ലോ. നമുക്ക് ആർക്കും ഇങ്ങനത്തെ ഒരു കാര്യം തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചായിരുന്നു എങ്ങനെയായിരിക്കും ഇത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പൊ ഈ 5 വീഡിയോ വെച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ചെയ്യുമ്പോൾ നമുക്ക് ഓരോ വീഡിയോയിലും നമുക്ക് ഉണ്ടാവണ മാറ്റങ്ങള്, അതേപോലെ തന്നെ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അനീഷ് ഓരോ സമയത്തും നമുക്ക് ഓരോ മാറ്റങ്ങൾ പറഞ്ഞുതരാറുണ്ട്. ലൈറ്റ് ശ്രദ്ധിക്കുക, ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ മാറി 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 നമുക്ക് അതിലൊരു കോൺഫിഡൻസ് വരുവാണ് ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യാനും. ധർമ്മരാജ് സാറ് പറഞ്ഞ പോലെ എവിടെ നിന്ന് വീഡിയോ ചെയ്യാനും ഒരു മടിയില്ലാതെ ആയിട്ടുണ്ട്. അതേപോലെ നമ്മൾ വീഡിയോ അയക്കുമ്പോഴാണെങ്കിലും ആർക്കും നമ്മളിപ്പോ വീഡിയോ അയക്കുമ്പോ ആർക്കും തിരിച്ച് നമ്മളോട് എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണേ എന്നുള്ള ചോദ്യമൊക്കെ ഇപ്പൊ പോയി. കാരണം ഓൾറെഡി ശ്യാമളേച്ചി ഒന്ന് മ്യൂട്ടാക്കോ? ആ അപ്പൊ തിരിച്ച് ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കണ ചോദ്യങ്ങളൊക്കെ ഇപ്പൊ പോയി. ഇപ്പൊ നമുക്ക് വീഡിയോ ചെയ്താലും ആരും നമ്മളടുത്ത് ഓക്കെ തിരിച്ച് ആ ഒരു രീതിയിലാണ് റിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഒരു കോൺഫിഡൻസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോകും. എന്റെ കൂടെ ഉള്ളത് സുകേഷിനി ടീച്ചറും ഗസ്ന, വിനീതയാണ്. നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. വിനീത മാത്രമാണ് കുറച്ച് ഒന്ന് ബാക്കോട്ട് നിക്കണ. ബാക്കി രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും അനീഷിനോടാണ് താങ്ക്സ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഹലോ, ഒരു സംശയം പറഞ്ഞിട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രഗിൾസിന്റെ പറഞ്ഞിട്ടോ ഇതിലെന്തെങ്കിലും? നിങ്ങൾക്ക് ചിലർ ഫോണിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും സ്ട്രഗിൾസിന്റെ കാര്യത്തിൽ പോകുമ്പോഴും കൂടി അനീഷ് സാറ് പറഞ്ഞുതരും. അപ്പൊ എന്തുണ്ടെങ്കിൽ പറഞ്ഞിട്ടോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ ഫോൺ മെമ്മറി ജാം ആവുന്ന ഒരു വോയിസ് കേട്ടു. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു അതിനുള്ള സൊല്യൂഷൻ അനീഷ് സാറ് പറഞ്ഞു ലാസ്റ്റ്. അടുത്ത സംശയം വിളി. ഗുഡ് മോർണിംഗ്, അഷറഫാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സോറി വരട്ടെ, ഞാൻ കയറാൻ കുറച്ച് വൈകി. ഞാൻ മൊത്തത്തില് അത് ശ്രദ്ധയിൽ പെട്ടില്ല ലിങ്ക് വന്നത്. ഞാൻ പുറത്തിറങ്ങിയ നോക്കുമ്പോഴാണ് ലിങ്ക് കണ്ടത്. ജോയിൻ കണ്ടപ്പോഴാണ് ഞാനത് ശ്രദ്ധയിൽ പെട്ടത്. സോറി ഫസ്റ്റ്. എന്തായാലും ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒന്നാമത് കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ നോർമലി ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഇത്രത്തോളം ആക്റ്റീവ് അല്ലായിരുന്നു. ചെയ്യുന്ന കാര്യങ്ങളിൽ ആക്റ്റീവ് അല്ലായിരുന്നു. ഇപ്പോ ആക്റ്റീവായി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോ കൂടുതൽ ഫീഡ്ബാക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തതിന്റെ ഫീഡ്ബാക്ക് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. വീഡിയോ കണ്ടു, അത് ഓക്കെ അങ്ങനെയുള്ളത് വേറെ തെറ്റാണോ അല്ലെങ്കിൽ അത് ശരിയാണോ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിന് മറുപടി പറഞ്ഞു, വേറെ ഒന്നും കൂടുതൽ കിട്ടിയിട്ടില്ല. എന്തായാലും ഇന്നിപ്പോ 6ാമത്തെ ദിവസമാണല്ലോ വീഡിയോ ചെയ്ത്. ഈ 6 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നമുക്ക് പറ്റും എന്ന് ഉറപ്പുണ്ട്. കാരണം ഇത് ഈ 10 ദിവസം കഴിഞ്ഞാലും ഇതുപോലെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ വീഡിയോ എടുക്കാനും അത് വലിയ ലെവലിലേക്ക് എത്തിക്കാനും നമുക്ക് ഡെവലപ്പ് ആവാനും പറ്റുന്ന ഉറപ്പ് തോന്നുന്നുണ്ട്. എന്തായാലും ഇതിൽ പ്രത്യേക താങ്ക്സ് പറയുന്നത് അനീഷ് ഭായിനോട് മാത്രമാണ്. കാരണം വെച്ചാൽ ബാക്കിയുള്ള അതുപോലെ തന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യണ സതീഷ് സാറിനും. എന്തായാലും സംഭവം എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് നമ്മൾ മോണിറ്ററിംഗ് ഉണ്ട്. നമ്മൾ എങ്ങനെ വീഡിയോ എടുക്കണം, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് അത് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. കൂടെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും നല്ലതാണ്. അതുപോലെ തന്നെ എന്റെ കൂടെ ചെയ്യുന്നത് ധർമ്മേട്ടനും അതുപോലെ തന്നെ കൈസും പിന്നെ മുഹമ്മദ് അഷറഫ് രഘുവേട്ടന്റെ ഇതിലുള്ള. ഈ മുഹമ്മദ് അഷറഫിൽ മാത്രം കുറച്ച് വീഡിയോയിലും ചെയ്യുന്നുണ്ട്, പക്ഷെ വീഡിയോന്റെ ഫീഡ്ബാക്ക് വരുന്നില്ല. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിലൊരു പ്രത്യേകത തോന്നിയെന്താ വെച്ചാലേ, ഈ ഒരു ഗ്രൂപ്പില് ധർമ്മേട്ടന്റെ ടീംസ് മാത്രമേ ഉള്ളൂ. ഒരു മേജറും ധർമ്മേട്ടന്റെ ടീമാ. കാരണം 1, 2, 3, 4, 5, 6, 7 പേരും ധർമ്മേട്ടന്റെ ടീമാ. അതെന്തായാലും ധർമ്മേട്ടന് നല്ലൊരു കൺഗ്രാജുലേഷൻ പറയാം. കാരണം ടീം ഡെവലപ്പ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ് പറയൂ. ഹലോ, ഗുഡ് മോർണിംഗ്. നാജിയാണ്. അപ്പൊ ഇപ്പൊ വീഡിയോനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ നമുക്ക് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഫസ്റ്റ് ഡേ നമുക്ക് ചെയ്യാനായിട്ട് ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് ഡേ അല്ല, ഇത്രയും ദിവസം 5 days കഴിഞ്ഞപ്പോഴേക്കും നല്ല മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും അത്ര ചടപ്പൊന്നുമില്ല. അങ്ങനെ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ആ ഫസ്റ്റ് ചെയ്ത വീഡിയോനേക്കാളും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് ചെയ്ത വീഡിയോക്ക്. അപ്പൊ ഇതുപോലെ എവിടെ ചെന്നിട്ട് വീഡിയോ ചെയ്യാനും ഇപ്പൊ ഒരു മടുപ്പില്ലാതെ ആയി. അതാണ് ഒരു പ്രത്യേക കാര്യം എന്ന് പറയാനുള്ളത്. ഇപ്പൊ നമുക്ക് യൂട്യൂബിലൊക്കെ എന്താ പറയാ, നമ്മളൊരു വ്ളോഗറൊക്കെ ഇപ്പൊ പെട്ടെന്ന് തന്നെ ആയി മാറും കേട്ടോ. ആ ഒരു രീതിക്കാണ് വരുന്നത്.
പിന്നെ എന്താന്ന് വെച്ചാല് പറയാനുള്ളത്, ഇപ്പൊ എന്റെ കൂടെ ഉള്ളവര് ഒന്ന് സൗമ്യയാണ്, ഒന്ന് സെമീറയാണ്. അപ്പൊ സെമീറ കട്ടായിട്ട് ഇന്നലെ പറഞ്ഞു ഇനി ഇന്ന് മുതലാണ് ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൗമ്യ അവളുടെ ജോലിയൊക്കെ കാരണം ബിസിയാണ് തോന്നുന്നുണ്ട്, അവളുടെ വീഡിയോസും വരുന്നില്ല. അത് ആ ഒരു ഇതിലാണ് ഇപ്പൊ നമ്മളെ കൂടെ ഉള്ളവര് പോകുന്നത്. എന്റെ കാര്യം നന്നായിട്ട് പോകുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. സംസാരിച്ചോളി. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? ഒഴിബിൾ അല്ലേ? ഓക്കെ. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. നമുക്കറിയാം ഡെയിലി ബേസിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. അപ്പോ 2 ഡേയ്സ് 3 ഡേയ്സ് കംപ്ലീറ്റ് ആയി. പിന്നെ ഇങ്ങോട്ട് എനിക്ക് നമ്മുടെ മീറ്റിംഗ് 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ ലെഫ്റ്റ് ആയിരുന്നു ഇനി ബാക്കിയുള്ളത്. അപ്പോ എന്റെ ഡ്യൂട്ടി ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ ഷിഫ്റ്റ് ആയി. എന്ന് വെച്ചാൽ 2 നേരമാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. രാവിലെ 5 മണിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ 12:30 വീട്ടിലെത്താം. പിന്നെ ഞാൻ 2:30 തന്നെ പോകും. അപ്പൊ എല്ലാ ദിവസവും 1-2 വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഞാൻ തിരിച്ച് രാത്രി 9 മണിക്കാണ് വീട്ടിലെത്തണേ. അപ്പൊ 2 ഷെഡ്യൂളും കൂടി ആയതുകൊണ്ട് ഭയങ്കര ടഫ്. എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇനി എങ്ങനെ ഞാൻ ടൈം ഷെഡ്യൂൾ ചെയ്യണമല്ലോ? രാവിലെ 3:30-4 മണിയാകുമ്പോൾ എണീക്കണം. ആദ്യത്തെ ദിവസം മൊത്തം കഴിഞ്ഞ് വരുമ്പോ എന്താണ് ഞാൻ ചെയ്യേണ്ടതറില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ. പക്ഷെ എന്തായാലും അടിപൊളിയാണ്. കാരണം വെച്ചാല് നമ്മൾ ഓരോ ദിവസത്തെ ടോപ്പിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള രാജ്യത്ത് പറഞ്ഞാല് ഒരു വ്ളോഗർ അല്ലെങ്കിൽ ഒരു വ്ളോഗറെ പോലെ നമുക്ക് സംസാരിക്കാനുള്ള സ്കില്ല് നമുക്ക് ഈ ഒരു സെഷനിലൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഉറപ്പാണ്. പ്രൊഫഷണലി നമുക്ക് ടോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഉറപ്പായിട്ടും. താങ്ക് യു. ഗുഡ് മോർണിംഗ്. കാരണം അപ്പോ ഈ നമ്മളുടെ ഈ ചാലഞ്ചിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഡേ തന്നെ ഞാൻ കൂടുതൽ ഫ്രണ്ട്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നത്. റിലേറ്റീവ്സിനും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്ന് ആദ്യം തന്നെ എന്താ പറയാ, ചിലര് കളിയാക്കിയിട്ടുണ്ട്. പുതിയ വീഡിയോ എന്താ ഇമോജൊക്കെ ചിരിക്കണ ഇമോജൊക്കെ ഇട്ടിട്ട്. പക്ഷെ അത് ഓരോ ദിവസം കഴിയും തോറും കളിയാക്കലൊക്കെ കുറഞ്ഞു വന്നു. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞ കേൾക്കണില്ലേ? അപ്പോ പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ആദ്യം വീഡിയോ അയക്കുന്ന സമയത്ത് ചെറിയൊരു അവരെന്ത് വിചാരിക്കും, പിന്നെ മാത്രല്ല ഒരു വീഡിയോ രൂപത്തിലൊക്കെ അയക്കണോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് മാറി വീഡിയോ രൂപത്തില്. പിന്നെ ഞാൻ എന്റെ കോച്ചായിട്ടുള്ള സിനിമാനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇനി ഫ്രണ്ട്സിനായാലും ഫാമിലിക്കായാലും ഇതയക്കുന്ന സമയത്ത് വീഡിയോ രൂപത്തില് തന്നെ ഒരു ഷോർട്ട് വീഡിയോ, ഒരു വോയിസ് അയക്കുമ്പോ ആ ഒരു രീതിയിൽ അയച്ചാല് ചെറിയ രീതിയിൽ ഫണ്ണാണ്, എന്നാലും അത് കോൺഫിഡൻസ് ലെവൽ ഇനിയും കൂടാൻ സഹായിക്കുന്നുള്ളത്. അപ്പൊ ഇതിനൊക്കെ താങ്ക്സ് പറയുന്ന അനീഷ്കാണ്. കാരണം ഫ്ലെക്സ് 45 അതുപോലെ തന്നെ വേറെയും ഒരുപാട് ചലഞ്ചുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മള് ബിസിനസ് ആയാലും ഇംപ്രൂവ് ആക്കാൻ അത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. സതീഷേട്ടാ ഇനി എത്ര മിനിറ്റ് ഉണ്ട് സതീഷേട്ടാ? ഇനി 5 മിനിറ്റേ ഉള്ളൂ. 7 മിനിറ്റ് ഉണ്ട്. 7 മിനിറ്റ്. ഓക്കെ. 1 മിനിറ്റ് ആരെങ്കിലും സംസാരിക്കണോ? അല്ലെങ്കിൽ ഞാനൊന്ന് ഹാൻഡ് ഓവർ ചെയ്തോട്ടെ? ഓക്കെ, സുകേഷിന് മാഡം സംസാരിക്കോ? സുകേഷിന് ചേച്ചി സംസാരിക്കും. ഇല്ല സുകേഷിന് ചേച്ചി സംസാരിക്കും. അല്ല, ഞാൻ ഇവിടെ തിരക്കിലാണ്. അപ്പൊ പെട്ടെന്ന് എന്റെ കാര്യം പറഞ്ഞു തീർക്കാലോ മാഡത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് വെച്ചിട്ട് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ വർക്കിന്റെ ഇടയിലാണെങ്കിലും കൃത്യമായിട്ട്. എനിക്ക് അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പോലെ അല്ല. അപ്പൊ അത്രയും കാര്യം എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. സതീഷേട്ടാ കട്ടായി വീണ്ടും കയറില്ലേ? ഇല്ല, ഇനി കട്ടാക്കണ്ടേ? നമുക്ക് ഇതിൽ തന്നെ വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം 1/2 മണിക്കൂർ മതി. ശ്യാമളേച്ചി പറയാം. ഓക്കെ, രഘുവേട്ടൻ സംസാരിച്ചു. എനിക്കിതിന് ഫസ്റ്റില് വന്ന മാതിരിയല്ല. ആദ്യം നമ്മൾ ഇതിന്റെ എങ്ങനെ ഷൂട്ട് ചെയ്യണം, വീഡിയോയില് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് നമ്മളെ 91 ഡേയ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിന്റെ ഒരു തുടർച്ച എന്നോളം ഇതിൽ കൂടി വന്നപ്പോ അതിന്റെ ഒരു
ഒന്നും കൂടി നന്നാക്കിയിട്ട് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഈ 5 ദിവസത്തെ ഒരു റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്തതും ഇപ്പൊ ഇന്നലെ ചെയ്തതൊക്കെ എന്ന് പറയുന്നത് നല്ല മാറ്റങ്ങളുണ്ട്. ഞാൻ എല്ലാം നോക്കുന്നുണ്ട്. കാരണം ആദ്യം ചെയ്തതും ഇപ്പൊ ചെയ്യുന്നതും ഇടയ്ക്ക് ഇട്ട് നോക്കുന്നുണ്ട് എന്താണ് എന്നിലെ മാറ്റം എന്നുള്ളത്. അപ്പൊ എനിക്ക് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇനി ഇതിലേറെ നന്നാക്കി ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മളൊരു പ്രോഗ്രാം വെച്ചു നമ്മൾ ഇതാവുമ്പോ പരമാവധി എല്ലാവരും ടൈമിന് കയറാൻ നോക്കുക. 10 മണി എന്ന് പറഞ്ഞ 9:55 തന്നെ കയറാൻ നോക്കുക. എന്ത് വിഷയത്തിലും നമ്മൾ ജയിക്കണമെങ്കിൽ ടൈമിങ് കറക്റ്റ് ആവണം. ടൈമിങ് കറക്റ്റ് അല്ലാത്തവര് ഒരു വിഷയത്തിലും ജയിക്കാൻ വളരെ പ്രയാസമാണ്. അതാണ് എനിക്ക് ഇതിലൊന്ന് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാം 10 മണിക്ക് വെച്ച് 10:14 ആയപ്പോ ആകെ 3 ആളാണ് ഈ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോരുത്തർക്ക് അറിയാം ഒന്നാമത്. അപ്പൊ സ്വന്തം എല്ലാവരും മനസ്സിലാക്കുക. അവനാനും വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും നേരത്തെ കയറും. ഞാൻ ക്ഷമിച്ചിരുന്നു, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ക്ഷമിച്ചിരിക്കാൻ തയ്യാറുള്ളതായതുകൊണ്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് എല്ലാവരും എന്താണ് അങ്ങനെയാണല്ലോ അവരിരുന്നോളല്ലോ നമ്മളെ വെയിറ്റ് ചെയ്യല്ലോ എന്ന് വിചാരിക്കാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ എല്ലാവരും കറക്റ്റ് ടൈമിന് കയറാൻ നോക്കുക. ഓക്കെ, താങ്ക് യു. അനിഷ്ക. ഓക്കെ, ശ്യാമള ചേച്ചി എന്തെങ്കിലും പറയോ? ശ്യാമള ചേച്ചി 2 വാക്ക് സംസാരിക്കോ? അഥവാ കട്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റീജോയിൻ ചെയ്താൽ മതി. കുറച്ച് സമയം. ശ്യാമള ചേച്ചി ലൈനിലുണ്ടോ? സംസാരിച്ചോളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. എനിക്ക് ആദ്യം ഇതേപോലെ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര ചടപ്പായിരുന്നു. കാരണം പിന്നെ ഞാന് ഒരു 3 ദിവസം വീഡിയോ ചെയ്തപ്പോഴും എനിക്ക് ഓരോരുത്തര് ഒരു കളിയാക്കി കൊണ്ടുള്ള ഇമോജൊക്കെ വിട്ടായിരുന്നു. പിന്നെ ചിലര് എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ മാറ്റങ്ങള് അങ്ങനെയൊക്കെ ചോദിച്ചു. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പോ എനിക്കൊരു നെഗറ്റീവ് ഒരു അഭിപ്രായം കിട്ടി. എന്നാലും ഞാൻ നിർത്താതെ ചെയ്യുന്നുണ്ട്. ഞാന് ഹസീന മാഡത്തിന്റെ കൂടെയാണ് എൻ്റെ പേരുള്ളത്. അപ്പോ എന്നെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. നേരത്തെ വീഡിയോ ചെയ്ത് വേഗം വിടണം അങ്ങനെ പറയലുണ്ട് എപ്പോഴും. അപ്പൊ അതുകൊണ്ട് ഞാൻ കളിയാക്കലൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഞാനിപ്പോ എന്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുമ്പോഴോ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് ചെയ്ത് വിടലുണ്ട്. പിന്നെ ചില ഫ്രണ്ട്സുമാരൊക്കെ ചോദിക്കുമ്പോ പിന്നെ ഭയങ്കര ബിസി ആണല്ലോ, കാണുന്നില്ല അങ്ങനെയൊക്കെ പറയലുണ്ട്. അവരോട് ഞാൻ കാര്യങ്ങൾ പറയലുണ്ട്. നല്ല റിപ്ലൈ കിട്ടലുണ്ട്. 5 പേർക്ക് വിട്ടാല് 3 or 4 പേര് റിപ്ലൈ തരാറുണ്ട്. പക്ഷെ അതിൽ നെഗറ്റീവും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാനത് കാര്യമാക്കില്ല. നല്ല കോൺഫിഡന്റോട് കൂടെ ഇനി ഞാൻ ചെയ്യും. അതെനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇതിനെല്ലാം താങ്ക്സ് പറയണ അനീഷ് സാറിനോടാട്ടോ. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടാക്കിയതിന്. എന്തായാലും കോൺഫിഡന്റ് ലെവല് കൂടുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ. ഇനിയും അങ്ങനെ വീഡിയോ മുടങ്ങാതെ ചെയ്യും. പിന്നെ നല്ല ഹസീന മാഡം ആണെങ്കിലും കുറച്ച് വൈകിയ അപ്പൊ വിളിക്കും ചെയ്ത് റിപ്ലൈ കൊണ്ടാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. കൈസ് പറഞ്ഞില്ലല്ലോ. കൈസ് പ്രത്യേക ശ്രദ്ധിക്കുക. ലിങ്ക് കട്ടായ ഉടനെ ഇതിലേക്കൊന്ന് റീജോയിൻ ചെയ്താൽ മതി. ഓക്കെ, എൻ്റെ പേര് മുഹമ്മദ് കൈസ്. ഞാൻ വിളിത്തറന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇതില് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതില് ഞാൻ ചെയ്ത കാര്യം എനിക്ക് ഫുള്ളാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ ചെയ്തതിൽ വെച്ച് റെസ്പോൺസ് കുറവായിരുന്നു. കിട്ടിയ റെസ്പോൺസിൽ നെഗറ്റീവ് ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കളിയാക്കുന്ന രീതിയിലായിരുന്നു. നെഗറ്റീവായിട്ട് ആരും റിപ്ലൈ തന്നിട്ടില്ല. ജസ്റ്റ് ഫ്രണ്ട്സ് ആയാലൊക്കെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു. പിന്നെ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കൂടുതലൊന്നും പറയാൻ ഇനിയും കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയില്ല. അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്നും നാളൊക്കെ ആയിട്ട് ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോകും ഒക്കെ പറയുന്നത്. അപ്പൊ ഞാൻ താങ്ക്സ് പറഞ്ഞ് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ ഈ പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പ്രസന്റ് ചെയ്യുന്ന വൈസ് ക്യാപ്റ്റനും നമ്മൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന നമ്മുടെ ക്യാപ്റ്റനും എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറഞ്ഞു. എന്റെ കോച്ച് ഹസീന മാഡം എല്ലാവർക്കും താങ്ക്സ്.
കട്ടാണ് റീജോയിൻ ചെയ്യാ. ആരെങ്കിലും ഉണ്ടോ? സുരേഷ് ചേട്ടാ ഒന്ന് ഇതില് വന്നവരാരും പറയില്ലാക്കിയാലും പറഞ്ഞു. ഇനി സാറിന്റെ റീപ്ലൈ കൊടുത്തതിനു ശേഷം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞോ സുരേഷ് ചേട്ടാ? ആ കഴിഞ്ഞു. ഇപ്പൊ നമ്മള് വന്ന ഈ ഇതിൽ സ്ക്രീനിൽ വന്നവരെ സംസാരിച്ചു. ഓക്കെ, ഇനി സാറിന്റെ സംസാരം സതീഷ് ചേട്ടൻക്ക് എന്തെങ്കിലും പറയണ്ടോ? ഗുഡ് മോർണിംഗ് മാഡം. ഓക്കെ ഓക്കെ. ഇപ്പോ ഈ ഒരു പിന്നെ കോർഡിനേറ്റേഴ്സ് ഗ്രൂപ്പിനെ കുറിച്ചിട്ട് മറ്റുള്ളവർക്ക് ചർച്ചാ വിഷയമായിട്ടുണ്ട്. നമ്മളെ കൂടെ ഉള്ള മറ്റുള്ള ക്യാപ്റ്റൻസിന്റെ അണ്ടറിൽ തന്നെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അവര് പറയുന്നത് എന്താന്ന് വെച്ചാല് ഇവർക്ക് എന്തോ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടുന്നുണ്ട്, ഇവരെല്ലാവരും ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. രഘുവേട്ടന്റെ സംസാര രീതി, ധർമ്മേട്ടൻ, അതേപോലെ തന്നെ സതീഷ്, അൻഷിതൊക്കെ പിന്നെ ഓൾറെഡി സംസാരിക്കാനൊരു ഇതുള്ളതാണെങ്കിൽ കൂടി ഇവരെല്ലാവരും ബാക്കിലേക്കായിരുന്നു. രഘുവേട്ടനാവട്ടെ, ധർമ്മേട്ടനാവട്ടെ, എല്ലാവരും ഒന്ന്, പക്ഷെ എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ട് വന്നപ്പോ മൊത്തത്തിൽ നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ ഒരു കണ്ണുണ്ട്. ഇവർക്ക് എന്തോ ഒരു പിന്നെന്താ പറയാ മാർക്യൂസ് കേറിയിട്ടുണ്ട് എന്നുള്ളൊരു മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മാർക്യൂസ് വന്നിട്ടുണ്ട് എന്തായാലും എല്ലാവരുടെ ഉള്ളില്. നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോ മാർക്യൂസ് വന്നിട്ടുണ്ട്. അത് ഇനി ബിസിനസ്സിലും കൂടെ കാണിക്കണം. ഈ പ്രാവശ്യത്തെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ ഈ മാസത്തെ ടൂർ ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട്, രാജ് സാറിന്റെ ടൂറിന്റെ ഉള്ളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അത് ഫസ്റ്റ് ഒരു പിക്ചർ ഉണ്ടാക്കുക. നമുക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അതുമെന്ന് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഒരു ബേസിക് പിക്ചർ ഉണ്ടാക്കിയാൽ മാത്രമാണ് അത് അച്ചീവ് ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും സാറിന്റെ ടൂറിന് എന്തൊക്കെ വേണം, ഇതിൽ ക്വാളിഫൈ ആവാൻ ഇനി എത്ര ഓളിയം പോയിന്റ് വേണം, ഞാൻ ആരിലൊക്കെ വർക്ക് ചെയ്താലാണ് ഈ ഓളിയം പോയിന്റ് അച്ചീവ് ആവാൻ പറ്റുക, കറക്റ്റ് ഒരു ചാർട്ട് വർക്ക് ചെയ്ത് ഗോൾ സെറ്റ് ചെയ്തിട്ട് അടച്ചു വെക്കുക. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാം. ഓക്കെ, ബൈ. താങ്ക് യു മാഡം, നിങ്ങളുടെ വിലപ്പെട്ട വാക്കുകൾ പറഞ്ഞതില് നമുക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ്. അപ്പൊ നമ്മളെ ഷിറ്റിത്താത്തെ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്, കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇനി നമ്മളെ ഈ ആക്ഷൻ ആക്കി മാറ്റി നമ്മളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോ ഈ പ്രസന്റേഷൻ ഓരോ ചലഞ്ചിന്റെ ഭാഗമായിട്ട് നമുക്ക് അൻസാർക്ക് തുടങ്ങി തന്ന കാര്യം ഇനി അത് ഇത്രയും മാറ്റാ എന്നുള്ളത് അൻസാർക്കാരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. ഞാൻ ഓർക്കുകയാണ്, സതീഷ് ചേട്ടൻ അധികം സംസാരിക്കാത്ത, അല്ലെങ്കിൽ ഒരു വിഷയമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അധികം സംസാരിക്കണോ വേണ്ടേ എന്ന് ചിന്തിച്ചിരുന്ന ആളാണ്. സതീഷ് ചേട്ടൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ അൻസാർക്ക് കാണിച്ചു കൊടുത്ത സമയത്ത് അൻസാർക്ക് പറഞ്ഞ് സതീഷൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാണ്. ഇതിലുള്ള ഓരോ വ്യക്തികളും അവരുടെ കഴിവുകളെ, കാരണം ഇതിൽ റെഡി റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. പ്ലസ് 45ഉം ഈ ഒരു വീഡിയോ ചലഞ്ചിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതിലുള്ളത്. കാരണം നമ്മൾ റെഡി മെറ്റീരിയൽ ആണ്. ഞാൻ ഇപ്പോഴും വീണ്ടും അടിവരയിട്ട് പറയുന്ന ഒരേ ഒരു വേർഡ് രഘുവേട്ടന്റെയും ധർമ്മേട്ടന്റെയും വേർഡാണ്. നമ്മളെക്കാളും കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആൾക്കാർ, നമ്മളെക്കാളും വയസ്സുള്ള ആൾക്കാർ, നമ്മളെക്കാൾ ലോകം കണ്ട ആൾക്കാർ, ഇവര് ഷെഡ്യൂൾ ചെയ്തിട്ട് ഇവരുടെ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ, ഈ സമയം അവര് മുന്നോട്ട് നയിച്ചിട്ട് ഈ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ പോലെ ചെറുപ്പക്കാർക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ബിഗ് സല്യൂട്ട് യു സർ. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരേ ഒരു കാര്യം, എങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നു അതേപോലെ ഞങ്ങൾക്ക് പറ്റണം. ചെറുപ്പക്കാരായ ആൾക്കാർക്ക്, ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് പല കാര്യങ്ങളും ചിന്തിക്കുന്നതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ കറക്റ്റ് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇതാണ് എന്റെ ജീവിതമാർഗം എന്നുള്ള ഒരു ചിന്ത നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു മിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഈ 10 ദിവസങ്ങൾ കളി പോലെ കാണണ്ട. 5 ദിവസം കഴിഞ്ഞു, ഇനി 6ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. ഈ 10 ദിവസം കഴിഞ്ഞിട്ട് വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ വരാൻ വേണ്ടി പോണത്. ഞാൻ പറയുന്നു ഉറപ്പായിട്ടും നിങ്ങള് രാജ്കുമാർ സാറ് വിളിക്കപ്പെടുന്ന നല്ലൊരു അടിപൊളി സ്പീക്കറായിട്ട് മാറുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടോളി. അതിലേക്കാണ് നമ്മൾ എത്തുന്നത്, കാരണം അതാണ് ഇതിന്റെ ഒരു പാറ്റേൺ ആയിട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് ഇപ്പോൾ ഓരോ ഘട്ടങ്ങളായിട്ട് പോകുന്നത്. കാരണം ഇതിപ്പോ ഒരു പ്രൂവൺ മെത്തേഡാണ്. എന്നിട്ട് ശേഷങ്ങൾക്ക് ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത്, എങ്ങനെയാണ് സക്സസ് ആയ ആൾക്കാരിലേക്ക്. കാരണം അതിലേക്കുള്ള ഒരു ഫണലാണ്
നമ്മളെ റൂട്ട് മാപ്പ് ആയിട്ട് വരുന്നത്. ആദ്യം സുഹൃത്തുക്കൾ, പിന്നെ നമ്മളെ ബിസിനസ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകൾ, അതിൽ 5 വിഷയം, പിന്നെ നമ്മൾ നേരിട്ടിട്ടുള്ള ചോദ്യങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞ് ഇനി പുതിയൊരു പാറ്റേണിലേക്ക് നമ്മൾ മാറുകയാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ഇൻബോൺ കഴിവിനെ പുറത്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. രാജിന്റെ ഒക്കെ ഫീഡ്ബാക്ക് കേൾക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇട്ടെറിഞ്ഞ് പോവാൻ 100,000 കാരണങ്ങൾ ഉണ്ടായിട്ടും ഒരേ ഒരു കാരണം ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ചിന്താഗതി പിടിച്ചു നിർത്തി എന്നൊക്കെ പറഞ്ഞ സമയത്ത് വളരെയധികം സന്തോഷമുണ്ട് രാജി. അപ്പോ ഇതിൽ മനസ്സിലാക്കേണ്ടത് വെച്ചാല് നമ്മളെ ഈ റൂളിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഞാനും നിങ്ങളെ കൂടെ പാർട്ടിസിപ്പൻസ് ആണ്. ഒറ്റയ്ക്ക് ചെയ്യാൻ എനിക്കും കഴിയുമായിരുന്നു. പക്ഷെ അത് നമ്മൾ ആ കൺസിസ്റ്റൻസി എന്നുള്ള സംഗതി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നിലനിർത്തി പോവില്ല. ഈ ടീം വർക്ക് ആയിട്ട് പോണ സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ മാറും. അത് നമ്മൾ നിലനിർത്തുക. സോഡാ കുപ്പി പോലെ സ്പിരിറ്റ് ഇല്ലാതെ നിരന്തരം നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് കൊണ്ടുപോവുക. ബാലൻസ് ചെയ്യാൻ പഠിക്കുക. ഒരു സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് ആലോചന വരുന്ന ഒരു ഗൃഹാതുരത്തല്ലേ സൈക്കിള്. ഒരു സൈക്കിൾ എന്നുള്ളത് ചിന്തിച്ചു നോക്കി. സൈക്കിള് നമ്മൾ ചെറുപ്പകാലത്ത് സൈക്കിൾ ഓടിച്ച കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സൈക്കിള് നമ്മള് ഒരു സമയത്ത് ഉപ്പ ഉമ്മ നമ്മളെ ഓട്ടം പഠിപ്പിച്ചെന്ന്. പക്ഷെ ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോ അവര് വിട്ടു തന്നപ്പോ നമ്മൾ ഓടിക്കാൻ തുടങ്ങി അല്ലേ? അതിനെ ബാലൻസ് ചെയ്തത് കൊണ്ടല്ലേ? നമ്മൾ ഇൻഡിപെൻഡന്റ് ആയത് കൊണ്ടല്ലേ? അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബാലൻസ് ചെയ്തിട്ടും വീണിട്ട് നല്ല രീതിയിൽ ഓടിച്ച് നമ്മൾ ബാലൻസ് ചെയ്തിട്ടും അതേപോലെ നമ്മളെ സ്വയം ഇൻഡിപെൻഡന്റ് ആക്കിയിട്ട് സൈക്കിൾ ബാലൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെർബാലൈഫ് ലൈഫ് സ്റ്റൈലും ഇൻഡിപെൻഡന്റ് ആവുന്ന ഒരു ദിവസം വരും. നമ്മൾ ബാലൻസ് ആവുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, ഒരു സൈക്കിളിനെ നമ്മൾ ഹെർബാലൈഫ് ബിസിനസ്സുമായിട്ട് ലൈഫ് സ്റ്റൈലുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കി. ഓരോ ഇതിലെ കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, എനിവേ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കൂടുതൽ സമയം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ സോറി. എന്തായാലും നമ്മൾ ഈ കൂട്ടായ്മ ഒരാഴ്ചയിൽ വൺസ് ഇൻ എ വീക്ക് എങ്കിലും നമ്മൾ ഒരുമിച്ച് കൂടുക, നമ്മളെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക, നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ശേഷം എന്ത് പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് കൂട്ടമായിട്ട് തിരുത്താൻ പറ്റും. കാരണം ഈ ഒരു ചിന്താഗതി കൊണ്ടുവന്ന ഞാനല്ലട്ടാ, സത്യമായിട്ടും നമ്മളെ കൂട്ടത്തിൽ ഉള്ള ഹബീബന്റെ ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു സത്യത്തിൽ ഈ ഒരു ചിന്ത. കാരണം ഹബീബന്റെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സൽ ഒരു ഫോം തന്നിരുന്നില്ലേ? ഈ ഫോമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു അച്ചീവ്മെന്റ് എന്താ ചോദിച്ച സമയത്ത് എനിക്കൊരു പബ്ലിക് സ്പീക്കർ ആവണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ചിന്തയാണ് സത്യത്തിൽ ഈ ഒരു മിഷനിലേക്ക് നമ്മൾ എത്തിച്ചത്. അങ്ങനെ ഇതേപോലെ ഓരോരുത്തർ പറഞ്ഞത് നമ്മളെ ലീഡേഴ്സിനോട് കാണിച്ചു കൊടുത്ത് അവരെ അപ്രൂവൽ വാങ്ങി നമ്മളെ ലീഡേഴ്സിനെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച് നമ്മൾ സക്സസ് ആവാൻ വേണ്ടി പോവാണ്. ഓക്കെ, നമ്മൾ അൻസാർക്ക് ആഗ്രഹിച്ചതുപോലെ അൻസാർക്ക് ആയതുപോലെയുള്ള ഒരു നല്ലൊരു അടിപൊളി സ്പീക്കർ ആയിട്ട് നമ്മൾ മാറുക. അതാ ലക്ഷ്യം. ഓക്കെ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഓവർ ടു സതീഷ് ഏട്ടൻ. നന്ദി പറഞ്ഞു. പുതിയ ടാസ്കിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ പറയും. ഞാൻ മെസ്സേജ് അയക്കാം. ഇപ്പൊ 5 ദിവസത്തെ ഓക്കെ, ഞാൻ പറയട്ടെ. ഇപ്പൊ 5 ദിവസത്തെ നമ്മളെ ഈ വീഡിയോ പോയ ഒരു രീതിയല്ല ഇനി പോവാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കുറച്ചുകൂടി ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കും. അപ്പൊ വീണ്ടും ആ വീഡിയോ കാണുക. പിന്നെ നിങ്ങൾ ശരിക്കും നിങ്ങളെ ആരാണോ കോർഡിനേറ്റർ അവരിട്ട് നിങ്ങൾ സംസാരിക്കുക. അവരായിട്ട് ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിൽ നമ്മളെ മെയിൻ കോർഡിനേറ്റർ സതീഷ് ഏട്ടനായിട്ട് നിങ്ങൾ ഇനി സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കും, ഓപ്പൺ ആയിട്ട് ചോദിച്ചോളി, കുഴപ്പമില്ല. ഓക്കെ ബെസ്റ്റ് ഓഫ് ലക്ക്. പിരിയല്ലേ? ഓക്കെ, ഇത്ര എല്ലാവർക്കും താങ്ക് യു. പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക് എല്ലാവരും ഗ്രൂപ്പ് അറിയിക്കുക. അതുപോലെ 2-3 നാൾ പറഞ്ഞ ഫോൺ മെമ്മറി സ്റ്റോറേജ് ജാമാണ്. അത് വാട്സപ്പ് പോയിട്ട് ആ വീഡിയോ വിസിബിലിറ്റിയിൽ ഓഫാക്കി വെച്ചാൽ മതി. അപ്പൊ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നേരെ ഗാലറി പോകാതെ ആ വാട്സപ്പിൽ കിടക്കും. അങ്ങനെ ചിന്തിച്ചാൽ മതി. 2-3 പേര് പറഞ്ഞിരുന്നു. അതേപോലെ വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ വീഡിയോകൾ കുറെ ആവുന്ന സമയത്ത് നമ്മൾ ഇൻഷോട്ടിലേക്ക് ആ വീഡിയോകൾ നേരെ മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക, യൂട്യൂബിലേക്ക് പ്രൈവറ്റ് ആക്കിയിട്ട് വെക്കാൻ പറ്റും. ഈ യൂട്യൂബ് പബ്ലിക് ആക്കണ്ട, പ്രൈവറ്റ് ആക്കി വെക്കാം. എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നാജി ചെയ്തിരിക്കണ്. ആ എക്സ്പീരിയൻസ് നമുക്ക് എത്ര വീഡിയോ ആണെങ്കിലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ അതൊക്കെ ഇൻഷോട്ടിലേക്ക് ആക്കി ഒന്നാക്കുക. എന്നിട്ട് അത് യൂട്യൂബിലേക്ക് നേരെ മാറ്റിയിട്ട് അതിനെ പ്രൈവറ്റ് ആക്കുക. അപ്പൊ പുറത്തുള്ള ഒരാളും കാണൂല, നമ്മൾ അയച്ചു കൊടുക്കുന്ന ആള് മാത്രമേ കാണുള്ളൂ.
ഞാൻ കുറെ മുമ്പ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്തേ അങ്ങനെ ആ കുറെ വീഡിയോസ് ഇട്ടിരുന്നു. പൊതുവെ എന്താണ് നല്ലോണം വീഡിയോ റീച്ച് ഉണ്ടാവും ചെയ്തിരുന്നു. ആ ആ സമയത്ത് എനിക്കിത് മനസ്സിലായത് ഇങ്ങനെ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ട ഒരു വീഡിയോ എന്താണ് അതിൽ വേറുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോ അവരത് ഒഴിവാക്കാൻ പറഞ്ഞു. പക്ഷെ അത്യാവശ്യം കയറിയ വീഡിയോ ആയിരുന്നു അത്. അപ്പൊ എനിക്കത് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വാച്ച് അവർ എനിക്ക് ബാക്കൊക്കെ പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ വീഡിയോ അവിടെ പ്രൈവറ്റ് ആയിട്ട് വെച്ചു. അപ്പൊ ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായപ്പോ നമ്മളെ വീഡിയോ ഒരുപാട് ഫോണില് എന്താ പറയാ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നും കാണണം എന്നുള്ള രീതിക്ക്. അപ്പൊ നമുക്ക് ഫോണിലാണെങ്കിൽ സ്പേസ് ഉണ്ടാവില്ല, ഇതങ്ങോട്ട് ഒഴിവാക്കാനും പറ്റില്ല. ആ ഒരു അവസ്ഥ വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് നമുക്ക് നേരെ യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ആക്കിയിട്ട് അത് വേറെ ഒരാൾക്കും കാണാൻ പറ്റില്ല, നമുക്കേ കാണാൻ പറ്റുള്ളൂ. ഞാൻ അപ്പൊ ഉദാഹരണം അങ്ങനെ കാണിച്ചു തരാം. ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ എന്താ പറയാ സ്റ്റോറേജ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ചാനലാണ്. ഇതില് പ്രൈവറ്റും ഓക്കെ, ഉണ്ട്, വീഡിയോ അത് നല്ലൊരു കാണണ്ട, കാര്യമാണ് നമ്മൾ ഇത് ചെയ്തത്. കാണണ്ട. നമ്മളെ കുറെ വീഡിയോസ് നമുക്ക് പുറത്ത് കളയും വേണ്ട, എന്നാലും നമുക്കത് ഫോണില് സ്റ്റോർ ആവും ചെയ്യില്ല. ഓക്കെ, യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ എന്നും കാണും ചെയ്യാം. നാജി കാണുന്നുണ്ടോ എന്റെ സ്ക്രീന്? ആ വീഡിയോ മിസ്സാവും എന്നുള്ളൊരു പേടിയില്ല. നാജി എന്റെ സ്ക്രീന് കാണുന്നുണ്ടോ? ഹലോ, നോക്കൂ, നീ എന്റെ വീഡിയോ നോക്കൂ. കണ്ട 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 കണ്ടല്ലാരും ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്ത് കണ്ടോ? അപ്പൊ വീഡിയോ ഞാൻ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും കാണൂല. അത് എനിക്ക് സൗകര്യപ്രദമായിട്ട് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എനിക്ക് അയച്ചു കൊടുക്കും ചെയ്യാം. നല്ല ഐഡിയ ആണ് നാജി പറഞ്ഞ്. ഇതുപോലെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യോ എല്ലാരും? ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സ്റ്റോറേജ് ആവും, മൊബൈൽ നിറഞ്ഞു കഴിഞ്ഞാൽ പോലെ. ഓക്കെ, എന്നാ ശരി ട്ടാ, ബൈ, ബെസ്റ്റ് ഓഫ് ലക്ക്.